വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ നേട്ടമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പത്തനംതിട്ട ജില്ലയിൽ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ സർക്കാരിന് അവകാശപ്പെടാനുണ്ടെന്നും തുടർഭരണത്തിൽ ഇതൊക്കെ വിലയിരുത്തപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ അമൃത വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഇതിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. മന്ത്രി വീണ മിനിസ്റ്റർ നമ്മളോടൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, എങ്ങനെയാണ് ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു വാർഷിക എത്തി നിൽക്കുന്നു? ഇനിയിപ്പോൾ സർക്കാരിൻ്റെ വികസന പരിപാടികൾ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ എന്തൊക്കെയാണ്? രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികവും അതോടൊപ്പം തന്നെ ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും 9 വർഷം പൂർത്തിയാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിൽക്കുന്നത് ജില്ലാ ആസ്ഥാനത്താണ്. ഒരു റോഡ് പോലും BMC ടാറിങ് ചെയ്തിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ എല്ലാ റോഡുകളും ഞാൻ തുടങ്ങുമ്പോൾ ഇവിടെ 0 ആണ്. ഇപ്പോൾ 54ലധികം മേജർ റോഡുകൾ BMC ടാറിങ് ചെയ്തു. എല്ലാ ആശുപത്രികൾക്കും പുതിയ ആധുനിക സൗകര്യങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ, ക്ഷേമ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് വളരെ ജനകീയമായിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം 4ാം വാർഷികം എന്ന് പറയുമ്പോൾ മുൻപ് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ വർഷവും നമ്മൾ ചെയ്തതുപോലെ ജനങ്ങളെ നേരിട്ട് കേട്ടുകൊണ്ട് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് CM തന്നെ ഓരോ ജില്ലയിലും എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്പസമയത്തിനകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്തനംതിട്ടയിലേക്ക് എത്തിച്ചേരും. ഒപ്പം മിനിസ്റ്റർ, നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സർക്കാരിൻ്റെ മൊത്തം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ടല്ലോ, അപ്പോൾ അത് എത്രത്തോളം ഇപ്പോൾ ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ താങ്കൾ അത് ഉൾക്കൊള്ളുന്നു? തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ജനക്ഷേമ പദ്ധതികൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. ഇപ്പോൾ ഉദാഹരണം തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം നോക്കണം. അവിടെ 50 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. നവംബർ മാസമാകുമ്പോൾ ജില്ലാ സ്റ്റേഡിയം പൂർത്തിയാവും. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് അവിടെ പൂർത്തിയാകുന്നത്. അവിടെ നമ്മുടെ ആ ഇന്നർ ട്രാക്കിൻ്റെ ഭാഗമൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. പവലിയൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. അപ്പോൾ ഇതങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ കാണണം, ഈ എല്ലാ റോഡുകളും, ആറന്മുള മണ്ഡലം നോക്കുക, എല്ലാ നിയോജകങ്ങളും. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജ്, കോന്നി മെഡിക്കൽ കോളേജ് നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു. 3ാമത്തെ വർഷമാണ് കുട്ടികൾ അവിടെ പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലും കാതലായ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൻ്റെ വലിയ പിന്തുണ ജനങ്ങൾ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സന്തോഷമുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സീനിയർ എത്തുന്നത്. താങ്ക് യു.